കേരളത്തെ ആര് നയിക്കും എന്നുള്ളതിനൊരു ഉത്തരം വരും മണിക്കൂറിൽ തന്നെ പുറത്തു വരും. ഇപ്പം ഏകദേശം സമയം ഒരു 9:30-10 മണി ആകാൻ പോകുന്നു. ഈ ഒരു സമയമായപ്പോഴേക്കും ഏറ്റവും ലീഡ് നിലനിർത്തിക്കൊണ്ട് കേരളത്തിൽ UDF തരംഗമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പൊക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു ഫലം സൂചിപ്പിക്കുന്നത് കേരളത്തിന് ഒരു മാറ്റം വേണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചു എന്ന് തന്നെയാണ്. കാരണം അത് നിസ്സംശയം ഈ ഒരു മണിക്കൂറിൽ നമുക്ക് പറയാൻ പറ്റും. 97% ലീഡ് നിലനിർത്തിക്കൊണ്ട് കേരളത്തിൽ ഇവിടെ UDF തരംഗമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് എങ്കിൽ പാർട്ടി ഓഫീസുകളിലും മറ്റും ഒരു വിജയ ആരവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വികാരങ്ങൾ പാർട്ടി ഓഫീസുകളിൽ വരുന്നതല്ലാതെ നമ്മൾ നിരത്തിലേക്ക് നഗരവീഥികളിലേക്ക് ഇറങ്ങുകയാണ് എങ്കിൽ പഴയതുപോലെ തന്നെ ഇന്ന് വോട്ടെണ്ണൽ ദിനമാണ് എന്നുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് സാധാരണ ജനങ്ങൾ അവരവരുടെ സ്വന്തം ജോലികൾക്കായി അവരവരുടെ ഉപജീവന മാർഗങ്ങൾക്കായി അവർ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. നഗരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ജനങ്ങൾ സാധാരണ നിലയിലേക്ക് തന്നെ അവരവരുടെ ജോലിക്ക് വേണ്ടി പോകുന്നു. അതായത് അവർ പറഞ്ഞു വെക്കുന്നത് ഇവിടെ ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപജീവന മാർഗം ഇല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് സാധാരണ ജനങ്ങൾ പറയുന്നത്. മാത്രമല്ല നമുക്ക് കാരണം അവർ നൽകിയ വോട്ടുകളാണ് ഇപ്പോൾ ഈ ഒരു UDF തരംഗം അല്ലെങ്കിൽ ആര് കേരളത്തെ നയിക്കണമെന്ന് സാധാരണ ജനങ്ങൾ തന്നെയാണ് അവർ നൽകിയ വോട്ടുകളിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും ഇവിടുത്തെ സാധാരണക്കാർക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിൽ ഒരു ലീഡ് നിലനിൽക്കുമ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം. അപ്പം എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? നിങ്ങൾ നൽകിയ ഓരോ വോട്ടുമാണ് ഇപ്പോൾ ഈ ഒരു ഫലമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറയാനുള്ളത്? ഞാൻ വെളിയിലാണ്, വെളി രാജ്യത്താണ്. നമ്മൾ വോട്ട് ചെയ്തിട്ട് തന്നെ 20 കൊല്ലമായി. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം BJPയും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അതാണ് സതീശൻ മംഗലാപുരത്ത് പോയി കാണാൻ പോയത് BJP നേതാക്കന്മാരാണ്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ജനാധിപത്യ രാജ്യമാണ്. അത് നമ്മളെല്ലാവരും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും BJP ജയിച്ചാലും എല്ലാം ഒന്നേ തന്നെ മലയാളികൾക്ക്. പക്ഷെ ഈ കളിയൊന്നും പാടില്ല. ജനാധിപത്യ രീതിയിൽ ഇതൊന്നും നല്ലതല്ല. ആര് വന്നാലും അവർക്ക് നല്ല രീതിയിൽ ജനങ്ങളെ നോക്കിയാൽ മതി. ഇത്രയും നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇപ്പം 3000 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ് പാവപ്പെട്ടവർക്ക് അത് കൊടുക്കണം. പിന്നെ സ്ത്രീകൾക്ക് ബസ്സിന് ഫ്രീ ആണെന്ന് പറഞ്ഞു. അത് നടപ്പാക്കുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. പിന്നെ പുരുഷന്മാർക്ക് യാതൊരു ഗുണവും ഇല്ല. എല്ലാ സ്ത്രീകൾക്ക് മാത്രം ബസ്സിൽ കയറിയാൽ മതിയാ. പുരുഷന്മാർക്ക് കൊടുക്കണ്ടേ? അവർ ജനങ്ങളല്ലേ. സ്ത്രീകൾക്കാണല്ലേ ഏറ്റവും കൂടുതൽ ഇവിടെ സംവരണം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പുരുഷന്മാർക്കും ഇതേപോലെ ബസ് ഫ്രീ ആണെങ്കിൽ ട്രെയിൻ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. അല്ല, അപ്പം പറഞ്ഞു വരുന്നത് UDF വരണ്ടായിരുന്നു, ഒരു ഭരണ തുടർച്ച തന്നെയായിരുന്നു നല്ലതെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇല്ല, നമുക്ക് അങ്ങനെ ഒരു തുടർച്ച വരണമെന്ന് അങ്ങനെയൊന്നും ആഗ്രഹമില്ലാത്തവരാണ്. എനിക്ക് സംബന്ധിച്ചോളം ഒരു പാർട്ടിയില്ല. ഞാൻ സ്കൂളിലും കോളേജിലും പഠിക്കാൻ സമയത്ത് ഒരു പാർട്ടിയില്ല. പക്ഷേ ആര് ഭരിച്ചാലും നമ്മളെ കേരളത്തിലുള്ള മലയാളികൾക്ക് നല്ല രീതിയിൽ ഒരു രീതിയിൽ ഭരണം കാഴ്ചവെക്കണം. അത്രയേ ഉള്ളൂ. എത്രയേ ഉള്ളൂ. ഇത് വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ട്രെൻഡിന്റെ കാര്യമല്ലല്ലേ. നമ്മളെ മലയാളികൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യണം പാവപ്പെട്ടവർക്ക്. അല്ലാതെ ഈ പാവപ്പെട്ടവർക്ക് ഈ പിച്ചക്കാരന്മാരെ പോലെ തെണ്ടിക്കൊണ്ട് നടക്കാൻ പാടില്ല. അത്രയേ ഉള്ളൂ. അത് മറ്റുള്ള വെളിയിൽ വരുന്ന രാജ്യക്കാർക്ക് നാണക്കേടാണ്. നമുക്ക് പ്രത്യേകിച്ചും കേരളക്കാർക്ക് നാണക്കേടാണ്. ഒരുപാട് പാവപ്പെട്ടവരുണ്ട് ഈ സിറ്റിക്കകത്തെല്ലാം നോക്കേണ്ട. റൂറൽ ഏരിയ പോയി നോക്കണം. ഒരുപാട് ദാരിദ്ര്യപ്പെട്ട് കഴിയുന്ന, ഒരു നേരം ആഹാരത്തിന് പോലും നിവർത്തിയില്ലാത്തവരുണ്ട്. കോൺഗ്രസ് ഭരിച്ചാലും കൊള്ളാം, കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും BJP ഭരിച്ചാലും ഈ പാവപ്പെട്ടവരെ ഒന്ന് സഹായിക്കാൻ നോക്കണം. പിന്നെ അവിടെ ജാതി, മതം, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ ഇവർ തമ്മിൽ അടുപ്പിക്കല്ലേ. എല്ലാവരും ഒരു സ്നേഹത്തോടെ കഴിയണം. ഇത്രയും നമ്മൾ ആഗ്രഹമുള്ളൂ. അല്ലാതെ ഈ രാഷ്ട്രീയം വേറെ, മലയാളികളെല്ലാം ഒറ്റക്കെട്ടായിരിക്കണം. അത് വെളി രാജ്യത്ത് പോണവർക്ക് അതിനെപ്പറ്റിയുള്ള ടെൻഷൻ അറിയാവും. ഇവിടെ ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഹിന്ദുവാണ്, അങ്ങനെ വേർതിരിക്കാനേ പാടില്ല. നമ്മളെ മലയാളികളെല്ലാം ഒറ്റക്കെട്ടായിരിക്കണം. ഏത് കാര്യം വന്നാലും. ആ പ്രളയം വന്നപ്പോൾ എല്ലാവരും നിന്നില്ലേ, അതേപോലെ നിൽക്കണം. ഇവിടെ ആര് ഭരിച്ചാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും BJP ഭരിച്ചാലും. പക്ഷേ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരാളായിരിക്കണം. അത്രയേ ഉള്ളൂ. ഇല്ലേ? അതെ, തീർച്ചയായിട്ടും.